DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ സന്തോഷ വാർത്തയാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചു. ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി 841 കോടി രൂപ അനുവദിച്ചതായും ധനകാര്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതം ഈ മാസത്തെ പെൻഷനായി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെൻഷൻ ഗുണഭോക്താക്കളിൽ 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സെപ്റ്റംബർ മാസത്തെ 1600 രൂപ എത്തിച്ചേരുക. ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ടെത്തി പെൻഷൻ തുക കൈമാറും. അതേസമയം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായി 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിവ കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ്. ഇതിനാവശ്യമായ 24.21 കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ കേന്ദ്രവിഹിതമായ 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിവ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനത്തിലൂടെയല്ല വിതരണം ചെയ്യുന്നത്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിനാൽ സംസ്ഥാന വിഹിതം എത്തിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കേന്ദ്ര തുക എത്തിച്ചേരുക. എന്നാൽ ഒരു തവണ സംസ്ഥാന വിഹിതത്തിന് മുൻപായി കേന്ദ്ര വിഹിത തുക എത്തിച്ചേർന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഗുണഭോക്താവിന്റെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും PFMS സംവിധാനം വഴി കേന്ദ്ര വിഹിത തുക എത്തുക. കേന്ദ്രവിഹിത തുക കഴിഞ്ഞ മാസങ്ങളിലേക്ക് ലഭിക്കാത്തവർ നിങ്ങളുടെ അക്കൗണ്ട് ആധാർ ലിങ്ക്ഡ് ആണോ, അതുപോലെ DBT എനേബിൾഡ് ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട്. 2025 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും അല്ലാത്തവർക്കും ഈ മാസത്തെ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. സെപ്റ്റംബർ 10 വരെ മസ്റ്ററിംഗ് ചെയ്യുവാൻ സമയം നീട്ടി നൽകിയതിന്റെ ഭാഗമായിട്ടാണ് പൂർത്തിയാക്കാത്തവർക്കും ഇപ്പോഴത്തെ പെൻഷൻ തുക ലഭിക്കുന്നത്. എന്നാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് വരും മാസങ്ങളിലെ പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതുവരെയുള്ള മാസങ്ങളിലെ പെൻഷൻ തുക കുടിശ്ശികയാകുന്നതുമായിരിക്കും. സെപ്റ്റംബർ 25 വ്യാഴാഴ്ച മുതലാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. 10 ദിവസത്തോളം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. സെപ്റ്റംബർ 25-ന് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അക്കാര്യം നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. സംസ്ഥാനം 1000 കോടി രൂപയോളം സെപ്റ്റംബർ 23 ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട്. അതിനാൽ 25-ാം തീയതി പെൻഷൻ വിതരണത്തിന് ഫണ്ടിന്റെ ദൗർബല്യമുണ്ടാകുവാൻ വഴിയില്ല. അന്ന് തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി 1-2 ദിവസം വൈകിയാലും അക്കാര്യം നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി DCB മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. പേജ് ഫോളോ കൂടി ചെയ്യുക.